ഗ്രീസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിനകത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ 2025 ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ തുടങ്ങുകയാണ്. 3 മുതൽ 9 വരെ നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിലും നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കനകക്കുന്നിനകത്തുള്ള ഈ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നാളെ മുതലാണ് ഇനാഗുറേഷൻ. അപ്പോൾ ഇന്ന് അതിൻ്റെ തിരക്കിലും ഒരുക്കത്തിലൊക്കെയാണ് ആൾക്കാർ. ലൈറ്റ് ഇനാഗുറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റോളുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓണത്തെ വരവേക്കാൻ വേണ്ടി നമ്മുടെ തിരുവനന്തപുരം അണിഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. എന്ത് ആഘോഷം വന്നാലും ഓരോ തീം അല്ലെങ്കിൽ ഓരോ കളർ കോഡൊക്കെ പിടിക്കാറുണ്ട് നമ്മുടെ കനകക്കുന്ന്. ഇപ്രാവശ്യം നമ്മളിതാ ഈ കാണുന്നത് പോലുള്ള ഒരു കളർ കോഡും തീമും ഒക്കെയാണ് ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ഉച്ച സമയത്താണ് ഞാൻ ചെന്നത്. അത് മാത്രമല്ല, ലൈറ്റ് ഇനാഗുറേഷൻ നാളെയാണ്. നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കനകക്കുന്നിലെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ 3 മുതൽ 9 വരെയാണ് ഇവിടെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇതാ കാണുന്ന നിശാഗന്ധിയൊക്കെ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. കനകക്കുന്ന് മാത്രമല്ല, ഏകദേശം 30-ന് പുറത്ത് സ്റ്റേജുകൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഏതൊക്കെ പ്രോഗ്രാം നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കനകക്കുന്നിൽ ഈ വിധമൊക്കെയാണ് ഡെക്കറേഷൻ പരിപാടികൾ, അതുപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ പൂർത്തീകരിക്കുന്നതിനുള്ള തിരക്കിലാണ് കേട്ടോ. നാളെ ഇനാഗുറേഷനാണ്. അതിനു മുന്നേ ഇതൊക്കെ റെഡിയാവും. രാത്രിയാണെങ്കിൽ ലൈറ്റിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പകല് പോയി ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരുപാട് സെൽഫി പോയിന്റുകളുണ്ട്, അതുപോലെ തന്നെ ഡെക്കറേഷൻ പരിപാടികളുണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, പിന്നെ ഗെയിംസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് മേള കാഴ്ചകളുമുണ്ട്. എന്തായാലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണണമെങ്കിൽ ഉറപ്പായിട്ടും വൈകുന്നേര സമയമോ രാത്രി സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. റോഡ് മുതൽ അകത്തേക്ക് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ഗ്രൗണ്ടിൽ ഇത് ഒരു സെറ്റിട്ട ഒരു വീട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്ഥിരം മേളക്കാഴ്ചകളാണ് നമുക്കത് കഴിഞ്ഞ് കാണാൻ സാധിക്കുന്ന ഒരുപാട് സ്റ്റോളുകളുണ്ട്. അതുപോലെ തന്നെ പെറ്റ് ഷോ ഉണ്ട്, ബുക്ക് സ്റ്റോളുകൾ, ഫുഡ് കോർട്ടുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സ്ഥിരം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത ഒരു വിശേഷമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. ബൈ.